ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ചക്ക മുറിക്കുന്ന വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് മുമ്പിലേക്ക് വരുന്നത് കേട്ടോ. ചക്ക മുറിക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ചെറിയ കഷ്ണം മുറിക്കുന്നില്ലോ, കാരണം നമുക്ക് രണ്ടുപേർക്ക് കുറച്ചേ വേണ്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ കഷ്ണം മുറിച്ച് എടുക്കാം. നല്ല മൂത്ത ചക്ക, ചുവന്ന ചുള. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കാം. എളുപ്പത്തിൽ ഈ കത്തിയോട് എളുപ്പത്തിൽ മുറിക്കാൻ പറ്റും. പലകയിൽ ഫിറ്റാക്കിയ കത്തിയാണ്. ബാക്കി മുറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ. ചക്ക മുറിച്ച് കഴിഞ്ഞു, എല്ലാം ചുള റെഡിയാക്കി വെച്ചു. ഇനി അതിൻ്റെ കുരു കൂടെ റെഡിയാക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് കുരു വൃത്തിയാക്കാം. കുരു എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ. കുരുവിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ കുനിക്കും, ഓരോന്നോരോന്നായിട്ട് കുനിക്കും. ഇങ്ങനെ കുനിച്ചതിന് ശേഷം ഇതിൻ്റെ ചൂളി കളഞ്ഞിട്ട് ഓരോന്നിൻ്റെ ആയിട്ട് ചൂളി കളഞ്ഞ് ഇവിടെ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിനെ കഴുകി എടുത്തിട്ട് നമുക്ക് വേവിച്ചാൽ മതി. ഒരു ചൂളിയുടെ കൂടെ ചുണങ്ങും പോയി, അതിൻ്റെ കറുപ്പ് കളറുള്ള സാധനവും പോയി. പുതിയ ഇതല്ലേ, അത് കാരണം. അപ്പോൾ ചക്കയും വൃത്തിയാക്കി കഴിഞ്ഞു, കുരുവും റെഡിയായി കേട്ടോ. ചക്ക ആൾറെഡി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുരു റെഡിയായി. ഇനി ഇതിനെ ഉണ്ടാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത് എൻ്റെ പണിയല്ല, അത് നിങ്ങളുടെ ഡ്രീം ചെയ്തുകൊള്ളൂ കേട്ടോ കൂട്ടുകാരെ. ചക്ക വൃത്തിയാക്കാൻ തുടങ്ങിയത് മുതൽക്ക് ഷിപ്പിക്കൂട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എനക്ക് തരുമോ എന്ന്. അപ്പോൾ അവന് കൊടുക്കാതെ നമ്മൾ കഴിക്കുന്നത് മോശമല്ലേ, അപ്പോൾ അവനും കുറച്ച് കൊടുക്കാം. പച്ച ചക്കയാണ്, ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചോളൂ. അപ്പോൾ കൂട്ടുകാരെ, ഏട്ടൻ എന്താ ചക്കയെല്ലാം മുറിച്ച് നല്ല റെഡിയാക്കി തന്നിട്ടുണ്ട്, ചുളയെല്ലാം ആക്കി തന്നിട്ടുണ്ടേ. അതിനൊരു ചുളയെടുത്ത് തിന്നു. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചക്ക പുഴുക്കാക്കാം. അപ്പോൾ ചക്കേൻ്റെ കുരു റെഡിയാക്കിയിട്ട് ചുളയെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ഞാനിത് വേവിച്ചിട്ട് പുഴുക്കാക്കാം കേട്ടോ. അപ്പം ബാക്കിയെല്ലാം ചെയ്തു തരും. എപ്പോഴും ചക്ക മുറിച്ച് റെഡിയാക്കി തരും, പുഴുക്കാക്കി കൊടുക്കേണ്ട പണി എനിക്കില്ലു. പാവല്ലേ. അപ്പം നമുക്ക് ഇതൊന്ന് അങ്ങനെ ആക്കുന്നൊന്ന് കാണാം കേട്ടോ. നല്ല ടേസ്റ്റ്. നമുക്ക് പച്ചച്ചക്ക തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മധുരമുണ്ടെന്നോ. ചുള എത്രയുണ്ട്, കുരു കാണിച്ചു തരാം. കുരു എല്ലാം റെഡിയാക്കിയത് കണ്ട. കൂട്ടുകാരെ, നമുക്ക് തുടങ്ങാം. ആദ്യം കുരു ഇല്ല, ഏട്ടന് കുരു ഭയങ്കര ഇഷ്ടമാണ്. കുരു ആദ്യം ഇടാം. എനിക്ക് കുരു ഇഷ്ടമല്ല, ചുളയാണ് ഇഷ്ടം. കുരു നല്ലോണം ഇഷ്ടമായതുകൊണ്ട് കേട്ടോ നിറച്ചും കുരു ഉണ്ടാക്കി തരും. ഇനി നമുക്ക് ചുള ഇങ്ങനെ തന്നെ ഇടാൻ മുറിക്കൊന്നും വേണ്ട കേട്ടോ. ചവണിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചതാണ് ചുള. കുക്കറിലാണ് ഞാൻ വെക്കൽ എപ്പോഴും. ഉപ്പ് കുറച്ചിടാൽ പിന്നെ വേണം ഇട്ട് കൊടുക്കാലോ. ഉപ്പിട്ടു, മഞ്ഞളിട്ടു. ഉപ്പ് മഞ്ഞൾ മാത്രമേ ഇടലില്ലൂ കേട്ടോ. കുരുമുളക് പൊടിയൊന്നും നമ്മൾ ഇടലില്ല. ഇടുന്നവരുണ്ടാവും, അത് നിങ്ങളെ ഇഷ്ടം, വേണമെങ്കിൽ ഇടാം. നമ്മൾ വെറും ഉപ്പും മഞ്ഞളും
ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുടിച്ച് ചക്കയായിരിക്കും കൂടുതൽ വേണ്ട വെള്ളം. മഴക്കാലം ആയല്ലോ, ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, വൈകുന്നേരം സമയത്തേക്കാണ് ചക്ക ഉണ്ടാക്കുന്നത് കേട്ടോ. ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതാണ്. അടുപ്പത്ത് വെച്ചതിന് ഒരു വിസിൽ മതി കേട്ടോ. കറക്റ്റ് ഒരു വിസിൽ മതി ഇത് വേവാൻ വേണ്ടിയിട്ട്. വിസിലടിച്ചു, ഗ്യാസ് ഓഫാക്കി. കുക്കറിൻ്റെ വിസിലെല്ലാം പോയി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ചക്ക വെന്ത് വെള്ളമൊന്നുമില്ല, അടിയിലെല്ലാം വറ്റി നല്ലതന്നെ. ഇനി തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവണം. തേങ്ങ പച്ച തേങ്ങ ഒന്ന് മാറണം, ആ പച്ച ചുവ ഒന്ന് മാറണം. അയ്യോ, കുറച്ച് പുറത്തേക്ക് പോയി. ചക്കത്തിൻ്റെ വാലെടുക്കണം. പച്ച തേങ്ങ ഒന്ന് പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ച വെള്ളമുണ്ട് ലേശം, ഒരു പച്ച തേങ്ങ ഒന്ന് പച്ച മാറുന്നവരെ നമുക്ക് ലേശം നേരം അടച്ചു വെക്കാം. തേങ്ങയെല്ലാം ഇതാ ഒരുവിധം വെന്തു. ഇനി നമുക്കിത് ഇന്ന് വാങ്ങി വെക്കാം അടുപ്പത്തൊന്ന്. വെള്ളമെല്ലാം വറ്റി സൂപ്പറായിട്ടാണ്. ഇതിലേക്ക് കടുക് കറിവേപ്പിലയും അച്ചൽമുളകെല്ലാം വറുത്തിടാം. വാങ്ങി താഴെ വെച്ചിട്ട് അടച്ചു വെക്കാം. തേങ്ങ ഇടുമ്പോൾ ദേശാട വീണ് കടുക് വറുക്കാം. കടുക് നന്നായിട്ട് എത്ര വറവ് എത്ര നന്നാവും അതിനനുസരിച്ച് നമ്മളെ ചക്കേൻ്റെ പുഴുക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ കറിവേപ്പില നല്ല ടേസ്റ്റ്. വറ്റൽ മുളക് കുറച്ച്, പിന്നെ വെളുത്തുള്ളി വറുക്കാട്ടോ. വെളുത്തുള്ളി പക്ഷെ എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇടലില്ല. ഏട്ടന് ഞാൻ വെളുത്തുള്ളി ഇതെല്ലാം വറവ് കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി വേറെ തന്നെ വറുത്തിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. അല്ലാതെ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. എല്ലാവർക്കും വേണമെന്നവർക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ. ഇതിൽ തന്നെ വറവാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുരുമുളക് വേണ്ടുന്നവർക്ക് കുരുമുളക് ഇടാം, മുളക് പൊടി വേണ്ടുന്നവർക്ക് ഇടാം. അതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ. ഇനി നമ്മളെ ചക്കയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കടുക് ഉണ്ടാ, അടിപൊളി. ഗ്യാസ് ഓഫാക്കാം. 1 നമ്പർ ചക്കപ്പുഴുക്ക് റെഡി. അപ്പോൾ കണ്ടോ കൂട്ടുകാരെ, നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കണ്ടോ കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല വറവായിന്. ഇനി കുറച്ച് എനിക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിലെല്ലാം ഏട്ടന് വെളുത്തുള്ളി ഇട്ടിട്ട് വറുത്തിട്ട് കൊടുക്കും കേട്ടോ. വെളുത്തുള്ളി ചക്കക്കും കപ്പക്കെല്ലാം നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്കത് ആ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. പിന്നെ നാളിലെ ശീലമില്ല വെളുത്തുള്ളി കഴിച്ചിട്ട്. വെളുത്തുള്ളി നല്ലതാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. കുക്കറിൽ ഇങ്ങനെ വെച്ചാൽ നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ് കിട്ടും കേട്ടോ. ഉണ്ടാ. ഓക്കേ, ഇനി ചൂടോടെ കഴിക്കാം. അവിടെ ഇടല്ലോ. കൂട്ടുകാരെ, നിങ്ങളുടെ ചേച്ചി ചക്ക വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് കുറച്ച് കഴിച്ചു നോക്കാം. ചക്കപ്പുഴുക്ക് ചക്ക ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചോറിന്റെ ആവശ്യമില്ല. അത്രയും ചക്ക. ചായയും ചക്കയും വൈകുന്നേരം അല്ലേ? ചായയും ചക്കയും അടിപൊളി. തിന്നോ ഇപ്പം? ടേസ്റ്റ് നോക്ക് നല്ല പോലെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് കുറവല്ലേ? ലേശം കുറവ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഉപ്പ് അധികമായിട്ടും ഉണ്ടാ? ഓക്കെ, കഴിക്കട്ടോ. ഓക്കെ, ബൈ.